നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് ഒരുമനയൂരിൽ സിപിഐ ലോക്കൽ സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകൾ അക്രമി എറിഞ്ഞു തകർത്തു. തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട. എക്സൈസ് ഇൻസ്പെക്ടർ GM മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ മാരകമയക്കുമരുന്നായ 4.5 കിലോ മെത്താഫെറ്റാമിൻ പിടികൂടി. 3 പേർ അറസ്റ്റിൽ. പെരിങ്ങോട് കറുകപ്പുത്തൂർ പാതയിൽ ബൈക്ക് യാത്രികരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. നിലത്ത് വീണ യുവാക്കളെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു. സംഭവത്തിൽ അന്വേഷണം ഊർജിതം. ജില്ലയിൽ കോൺഗ്രസ് സംവിധാനം നാഥനില്ലാത്ത കളരിയെന്ന് കെ മുരളീധരൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രാദേശിക നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്നും മുരളീധരൻ. CCTV ന്യൂസ് ഇംപാക്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലെ ശുചിമുറി മാലിന്യം വൃത്തിയാക്കി. ശുചിമുറിക്ക് സമീപം വലിയ കുഴിയെടുത്ത് മാലിന്യം ഒഴുക്കിവിട്ടു. വാർത്തകൾ വിശദമായി. ചാവക്കാട് ഒരുമനയൂരിൽ CPI ലോക്കൽ സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകൾ അക്രമി എറിഞ്ഞു തകർത്തു. CPI ഒരുമനയൂർ ലോക്കൽ സെക്രട്ടറി മുത്തമാവ് വടക്കേപ്പുരയ്ക്കൽ ചന്ദ്രന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. വീടിന് മുൻപിലെ റോഡിലൂടെ നടന്നുവന്ന അക്രമി വീടിന് നേരെ കല്ലെറിയുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ഇതിനു മുമ്പും 2 തവണ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നതായി ചന്ദ്രൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ 6-നും വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ഈ സമയം താൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ആക്രമണ വിവരം അറിഞ്ഞത്. ഇത് സംബന്ധിച്ച പരാതി നൽകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ചൊവ്വാഴ്ച രാത്രി വീണ്ടും ആക്രമണം ഉണ്ടായതെന്നും ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. സമയത്ത് 6-ാം തീയതി രാത്രി 2 മണിക്ക് ശേഷം ഇതേമാതിരി ആക്രമണം ഉണ്ടായി. CCTV ദൃശ്യത്തിൽ കാണുന്നുണ്ട്. ആളെ വ്യക്തമായില്ലെങ്കിലും ഏകദേശം രൂപമൊക്കെ മനസ്സിലാവുന്നു. പക്ഷെ അന്ന് ചില്ലൊന്നും പൊട്ടിയിട്ടില്ല. ഞാൻ വീട്ടിൽ വന്ന് പരാതി കൊടുക്കാനിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ആക്രമണം ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നമ്മളെ ഒരുമനയൂർ പോലത്തെ സ്ഥലങ്ങളിൽ നല്ല സമാധാന അന്തരീക്ഷം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആക്രമണം ഉണ്ടാക്കുകയും എതിർകൂട്ടി ഭയവില്ലോനാക്കുകയും ചെയ്യുന്ന രീതിയിൽ തുടരുകയാണെങ്കിൽ ശക്തമായ നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നും വ്യക്തിപരമായ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. പെരിങ്ങോട് കറുകപ്പുത്തൂർ പാതയിൽ ബൈക്ക് യാത്രികരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. നിലത്ത് വീണ യുവാക്കളെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച ശേഷം അക്രമികൾ രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ മധുപ്പുള്ളി സ്വദേശിയായ താണിയിൽ രഞ്ജിത്ത്, മധുപ്പുള്ളി വടക്കേക്കര സ്വദേശിയായ EP രഞ്ജിത്ത് എന്നിവരെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും തലയ്ക്കും കൈക്കും ഗുരുതര പരിക്കേറ്റു. കറുകപ്പുത്തൂർ പെരിങ്ങോട് പാതയിൽ പെട്രോൾ പമ്പിന് സമീപം ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ശേഷമാണ് അക്രമം നടന്നത്. വിവരമറിഞ്ഞ് ചാലിശ്ശേരി പോലീസ് ആശുപത്രിയിലും സംഭവസ്ഥലത്തുമെത്തി പരിശോധന നടത്തി. ഇരുചക്രവാഹനത്തിൽ സാധനങ്ങൾ വാങ്ങി വരികയായിരുന്ന യുവാക്കളുടെ ബൈക്കിൽ കാർ ഇടിപ്പിക്കുകയായിരുന്നു. തുടർന്നായിരുന്നു ആക്രമണം. സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ കാർ വന്നിട്ട് വണ്ടി പിടിച്ചിട്ട് വീഴ്ത്തി. ഞാൻ വീണിട്ട് ഇങ്ങനെ നീക്കുമ്പോൾ അവർ കമ്പൈറ്റ് അടിക്കാൻ വന്നു. അപ്പം ഞാൻ കൈകൊണ്ടി തെരഞ്ഞെടുപ്പോഴാണ് പിടിക്ക് അടിയത്. അത് കുറേ 3-4 പേരുണ്ടായിരുന്നു. അതെല്ലായിടത്തും ആയുധങ്ങളും കമ്പിയും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. നിലത്ത് വീണ തങ്ങൾക്ക് നേരെ കാറിൽ പിന്തുടർന്ന് വന്നിരുന്നവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ് ചികിത്സയിലുള്ള യുവാക്കൾ പറയുന്നു. ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. ആക്രമിച്ച ചിലരെ കണ്ടാൽ തിരിച്ചറിയാനാകുമെന്നും യുവാക്കൾ പറയുന്നു. അപ്പോൾ അതിന് 2-3 പേര് ഇറങ്ങിയിട്ട് ഞങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒച്ചുണ്ടാക്കിയിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അതിൽ ഞങ്ങൾ ഓടുകയും ചെയ്യാണ്ടായിരുന്നു. അപ്പോഴാണ് ഒരുത്തൻ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയും തല പൊളിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വേഗം ഓടുകയുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ വണ്ടിയിട്ട് അവർ ഇടിക്കാനും വരികയുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ മതിലേക്ക് എടുത്ത് ചാടുകയും. ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൊഴിയൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വടക്കേക്കാട് അഞ്ഞൂർ സ്വദേശി കർണംകോട്ട് വീട്ടിൽ അതുലിനാണ് പരിക്കേറ്റത്. അഞ്ഞൂർ തൊഴിയൂർ റോഡിൽ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് യുവാക്കൾ തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായത്. കുന്നംകുളം പരിധിയിലെ ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവത്തിനിടെ 2 ക്ലബ്ബുകൾ തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു. ഇത് ചോദ്യം ചെയ്യാൻ ഒരാളുടെ വീട്ടിലെത്തി തിരിച്ചു പോകുന്നതിനിടെയാണ് വഴിയിൽ വെച്ച് സംഘട്ടനമുണ്ടായത്. പരിക്കേറ്റ അതുലിനെ മുളങ്കുന്നത്തകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട. എക്സൈസ് ഇൻസ്പെക്ടർ GM മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ 4.5 കിലോ മെത്താഫിറ്റമിനായി 3 പേരെ അറസ്റ്റ് ചെയ്തത്. കാക്കരാത്തുപടി മോസ്കോ റോഡിൽ കമ്പനിപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മാരക മയക്കുമരുന്നുമായി പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശികളായ റാവത്തങ്ങാടി വീട്ടിൽ മുഹമ്മദ് ഹാരിസ്, കോഴിപ്പുറത്ത് വീട്ടിൽ നൌഷാദ്, കൊറളക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഹാഫിസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറും പിടിച്ചെടുത്തു. മാസങ്ങളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. പുതിയതായി ചാർജ് എടുത്ത പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ Y ഷിബുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ബഹുമാനപ്പെട്ട പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ Y ഷിബു സാറിന്റെ നേതൃത്വത്തിൽ രാത്രികാല വാഹന പരിശോധന കർശനമായതിന്റെ അടിസ്ഥാനത്തിൽ മേഴത്തൂർ കാക്കരാത്തുപടി റോഡിൽ വാഹന പരിശോധന നടത്തിവരുവേ KL-3368 എന്ന വാഹനത്തിൽ 4.459 ഗ്രാം MDMA കടത്തി വന്ന കുറ്റത്തിന് പ്രതികളായ 3 ആളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. രാത്രികാല ബാക്കി പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രികാല പരിശോധന കർശനമായിരിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നത് ആരാണെന്നുള്ള ഊർജിത അന്വേഷണം ആരംഭിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ S സുരേഷ്, ഗ്രേഡ് AEI-മാരായ S സിഞ്ചു, G സന്തോഷ് കുമാർ, E ജയരാജ്, പ്രിവന്റീവ് ഓഫീസർമാരായ VP മഹേഷ്, അഹമ്മദ് സുധീർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P അരുൺ, EV അനീഷ്, ഹരിപ്രസാദ് C, ആരതി, അനുരാജ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. പുന്നേർകുളം ഉപ്പുങ്ങൽ സബ്സ്റ്റേഷൻ റോഡിൽ അഴുകിയ നിലയിൽ മുള്ളൻ പന്നിയുടെ ജഡം കണ്ടെത്തി. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നീക്കം ചെയ്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് അജ്ഞാത വാഹനമിടിച്ച് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ജഡം കുഴിച്ചുമൂടാൻ തയ്യാറായിട്ടില്ല. പുഴുവരിക്കുന്ന ജഡത്തിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇത് കാരണം വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതേസമയം ഫോറസ്റ്റ് അധികൃതരെയും വിവരം ധരിപ്പിച്ചിരുന്നെന്ന് പറയുന്നു. വനംവകുപ്പ് അധികൃതരാണ് നടപടിയെടുക്കേണ്ടതെന്ന് സൂചിപ്പിച്ച പഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് ജഡം മറവ് ചെയ്യുവാനുള്ള നടപടിയെടുക്കുമെന്നും പറഞ്ഞു. പ്രദേശത്ത് മുള്ളൻ പന്നി ശല്യം രൂക്ഷമാണ്. വാഹനങ്ങൾക്ക് കുറുകെ ചാടി യാത്രികർക്ക് പരിക്കേൽക്കുന്നതും പതിവാണ്. ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കാൻ ആരുമില്ലെന്ന് K മുരളീധരൻ അഭിപ്രായപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AP മുഹമ്മദ് അലിയുടെ 3ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പെരുമ്പിലാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. അപ്പോൾ ഈ മണ്ഡലത്തിലെ ഈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ മണ്ഡലം പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനൊക്കെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഇലക്ഷനാണ്. പിന്നെ നിങ്ങളുടെ ഇലക്ഷനായിരുന്നു ഞങ്ങളൊക്കെ ഒന്ന് സഹായിക്കാം. അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇനി മേഖലകളെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. APയുടെ ആഗ്രഹം സബലീകരിക്കാൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുക. അങ്ങനെ അറിയാൻ കഴിയുന്നതാണ് വിശ്വാസം. കാരണം ഇവിടെ DCC എല്ലാ സംവിധാനം ഉള്ളപ്പോഴാണ് ഞാൻ പോകുന്ന സ്ഥലത്ത് പോയത്. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് കഴിഞ്ഞ 2-3 ബൈ-ഇലക്ഷൻ നമ്മൾ ജയിച്ചു. അതുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രാദേശിക നേതാക്കൾക്ക് ലഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ കോൺഗ്രസിന് ഇത്രയും സൗകര്യം ചെയ്തു തന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും ഈ അനുകൂല സാഹചര്യം ഉപയോഗിക്കുന്നതിനു പകരം 2026 ആരാണ് പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന ചർച്ച നടത്തുന്നതിൽ കാര്യമില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. APയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ AP മെമ്മോറിയൽ ജനസേവ പുരസ്കാരം അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരിക്ക് സമർപ്പിച്ചു. അനുസ്മരണ യോഗത്തിൽ KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറി KC ബാബു, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് നേതാക്കളായ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് കമറുദ്ദീൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. PV അൻവറിനെ പാർട്ടിയിൽ ചേർക്കണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അക്കാര്യം നേതൃത്വം പിന്നീട് തീരുമാനിക്കുമെന്നും പിണറായി വിരുദ്ധചേരിയിൽ നിൽക്കുന്ന എല്ലാവരെയും സഹകരിപ്പിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുകയാണ് ലക്ഷ്യമെന്നും മുരളീധരൻ പറഞ്ഞു. അത് പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ അതെല്ലാം നോക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ മുഖ്യമായിട്ട് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതനുസരിച്ചുള്ള വർക്ക് നടക്കുന്നുണ്ട്. അന്നത്തെ കാര്യത്തിൽ മുന്നണിയും പാർട്ടിയും ആലോചിച്ചിരിക്കുന്നു. കണ്ടാണിശ്ശേരി പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. മരുതോടി പാടത്ത് നടന്ന കൊയ്ത്തുത്സവം കണ്ടാണിശ്ശേരി കൃഷി ഓഫീസർ ഗായത്രി ഉദ്ഘാടനം ചെയ്തു.
പാടശേഖര സമിതി പ്രസിഡന്റ് PA ഫിലിപ്പ് അധ്യക്ഷനായി. സെക്രട്ടറി പുരുഷോത്തമൻ, ട്രഷറർ രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് OG ബാജി, കർഷകരായ ഷീജ സുബ്രഹ്മണ്യൻ, രവി കൊഴപ്പമഠത്തിൽ, സുരേന്ദ്രൻ വൻപുള്ളി, സിദ്ധാർത്ഥൻ വൻപുള്ളി, പ്രണവ് വേണുഗോപാൽ, ഗോപിനാഥൻ നായർ, രമ, പീതു തുടങ്ങിയവർ സംബന്ധിച്ചു. 250 ഏക്കറിലേറെ വരുന്ന പാടശേഖരത്തിൽ 130 ദിവസം മുൻപാണ് കൃഷിയിറക്കിയത്. പാടശേഖരത്തിലെ ഭൂരിഭാഗം മേഖലയിലും ഉമാ നെൽവിത്താണ് ഉപയോഗിച്ചത്. അക്ഷയ നെൽവിത്തും ഇവിടെ കൃഷി ചെയ്തിരുന്നു. നവീകരിച്ച കുന്നംകുളം ചെമ്മണ്ണൂർ പുത്തൻകുളം AC മൊയ്തീൻ MLA നാടിന് സമർപ്പിച്ചു. സംസ്ഥാന ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നവീകരണം നടത്തിയത്. കുന്നംകുളം നഗരസഭ 27-ാം വാർഡ് പുത്തൻകുളം പരിസരത്തു നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, PK ഷബീർ, വാർഡ് കൗൺസിലർ PV സജീവൻ, കൗൺസിലർമാരായ പുഷ്പ മുരളി, രജി ബിജു, ഷീജ ഭരതൻ, MV വിനോദ്, TB ബിനീഷ്, മുൻ കൗൺസിലർ പുഷ്പ ജോൺ, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. 2021-22 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് 27-ാം വാർഡിലെ ചെമ്മണ്ണൂർ പുത്തൻകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 1969-ൽ ആർത്താറ്റ് പഞ്ചായത്ത് നിർമ്മിച്ചതാണ് കുളം. പഞ്ചായത്ത് ചെറിയ തോതിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിലും കാലപ്പഴക്കത്താൽ അരികിടിഞ്ഞ് കുളം ഉപയോഗശൂന്യമായി. സമീപ പ്രദേശങ്ങളിലെ വലിയൊരു ജലസ്രോതസ്സാണ് പുത്തൻകുളം. 47 മീറ്റർ നീളവും 21 മീറ്റർ വീതിയും ഈ വലിയ ജലസംഭരണിക്കുണ്ട്. 50 ഹെക്ടറോളം വരുന്ന നെൽകൃഷിക്കാരും 5 ഹെക്ടറോളം സ്ഥലത്ത് വേനൽക്കാല പച്ചക്കറി കൃഷി ചെയ്യുന്നവരും വെള്ളത്തിനായി ആശ്രയിച്ചിരുന്നതും ഈ കുളത്തെയാണ്. പ്രദേശത്തെ കുട്ടികൾ നീന്തൽ പരിശീലനം നടത്തിയിരുന്നതും പുത്തൻകുളത്തിലാണ്. കുളം ഉപയോഗശൂന്യമായതോടെ കുട്ടികളുൾപ്പെടെയുള്ള പ്രദേശവാസികൾ നവീകരണത്തിന് ആവശ്യമുയർത്തിയിരുന്നു. പുതുപുത്തനായി പുത്തൻകുളം മാറിയതോടെ വിനോദത്തിനും കാർഷികാവശ്യത്തിനുമായി വീണ്ടും കുളം സജീവമാവുകയാണ്. ജലാശയത്തിന്റെ ആഴം കൂട്ടി 4 ഭാഗവും കരിങ്കല്ലിൽ കെട്ടി അരിക് സുരക്ഷിതമാക്കി. കുളത്തിലേക്കിറങ്ങാൻ സുരക്ഷിതമായ പടികളും നിർമ്മിച്ചിട്ടുണ്ട്. ഉയരം കൂടുതലുള്ള കിഴക്കുഭാഗത്തെ മണ്ണ് സംരക്ഷിക്കുന്നതിനായി സംരക്ഷണ ഭിത്തിയും ചുറ്റുമുള്ള നടപ്പാത ടൈൽ വിരിച്ച് മനോഹരവുമാക്കിയിട്ടുണ്ട്. തുടർ പരിപാലനത്തിനായി കുളം ജലസേചന വകുപ്പ് കുന്നംകുളം നഗരസഭയ്ക്ക് കൈമാറി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലെ ശുചിമുറി മാലിന്യം വൃത്തിയാക്കി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ഒരാഴ്ചയോളമായി പാർക്കിംഗ് കേന്ദ്രത്തിന് പുറത്തെ ശുചിമുറികളിൽ നിന്നുള്ള മാലിന്യം ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകിയിരുന്നു. വാർഡ് കൗൺസിലറും ഭക്തരും നിരന്തരം പരാതി നൽകിയിട്ടും ദേവസ്വം നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് CCTV വാർത്ത നൽകിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ മാലിന്യം വൃത്തിയാക്കുകയായിരുന്നു. ശുചിമുറിക്ക് സമീപം വലിയ കുഴിയെടുത്ത് മാലിന്യം ഒഴുക്കിവിട്ടു. മകരവിളക്കുമായി ബന്ധപ്പെട്ട് ആയിരങ്ങളാണ് ഇന്ന് പാർക്കിംഗ് കേന്ദ്രത്തിൽ എത്തിയത്. MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ഉപയോഗിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വാങ്ങിയ കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS മുഖ്യ അതിഥിയായി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ CV ലൈജുമോൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, MK ജോസ്, കേരള പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മധുസൂദനൻ, ASI KT അനിൽ എന്നിവർ സംസാരിച്ചു. കമ്പ്യൂട്ടറുകൾ, പ്രിന്ററുകൾ, ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകൾ തുടങ്ങിയ ഉപകരണങ്ങളാണ് വാങ്ങിയത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായി വിളിച്ച ബ്ലോക്ക് എഞ്ചിനീയർ ആയിരുന്നിട്ടാണ്. എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണം. മികച്ച പോലീസ് സ്റ്റേഷൻ എന്നുള്ള പേര് എല്ലാ കാര്യത്തിലും അഴിമതി രഹിതമായി. പലപ്പോഴും ആ കാര്യത്തിലാണ് നമ്മൾ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്. എല്ലാ ബിസിനസ് തട്ടുകളിലും ഭരണത്തിൽ നിന്നായാലും പ്രതിപക്ഷത്തിൽ നിന്നായാലും ഒക്കെ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നൊരു വിഭാഗമാണ് പോലീസ് സംവിധാനം എന്ന് പറയുന്നത്. പക്ഷെ ആക്ഷേപം കേൾക്കുമ്പോഴും സംയുക്തതയോടെ നമ്മൾ സംയമനത്തോടെ കാര്യങ്ങൾ കാണുക. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തിയ അണ്ടർ 14 അന്തർജില്ലാ ക്രിക്കറ്റ് ടൂർണമെന്റ് ഗ്രൂപ്പ് B വിഭാഗത്തിൽ തൃശൂർ ജില്ല ചാമ്പ്യന്മാരായി. കളിച്ച 6 മത്സരങ്ങളിൽ ഒന്നിൽ പോലും പരാജയപ്പെടാതെയാണ് തൃശൂരിന്റെ നേട്ടം. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലകളെയാണ് തൃശൂർ പരാജയപ്പെടുത്തിയത്. ധീരജ് ഗോപിനാഥ്, വിശാൽ ജോർജ്, ബെൻവിൻ കണ്ണനായ്ക്കൽ, PL ഇന്ദ്രജ്, വേദനാഥ് കൂനത്ത്, ശ്രീഹരി പ്രസാദ്, മുഹമ്മദ് ഫറൂഖ്, മാധവ് S നായർ എന്നിവർ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി. ഗുരുവായൂർ ലൈഫ് കെയർ മൂവ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ദിനാചരണം നടത്തി. സമീപ പ്രദേശങ്ങളിലെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലി ഉണ്ടായിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G അജയ്കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു.
റാലി കിഴക്കേനടയിലെ EMS സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നൂറുന്നിസ ഹൈദരാലി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ RV ദാമോദരൻ പാലിയേറ്റീവ് ബോധവൽക്കരണ സന്ദേശം നൽകി. സിസ്റ്റർ മേരി പീറ്റർ ക്ലാസ് എടുത്തു. കൗൺസിലർ KPA റഷീദ്, PI ലാസർ, അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ്, RK ഷിറാജ്, അഡ്വക്കേറ്റ് RV മുഹമ്മദ് സിയാദ് തുടങ്ങിയവർ സംസാരിച്ചു. കൂത്താട്ടുകുളത്ത് കാട്ടുപന്നിയെ ഇടിച്ച് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വരവൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് മറിഞ്ഞത്. വരവൂർ സ്വദേശികളായ മോഹനൻ, സുധീഷ്, സന്തോഷ് കുമാർ, നവീൻ, സ്മിത എന്നിവർക്കാണ് പരിക്കേറ്റത്. 5 പേരെയും അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അൺടൈറ്റിൽഡ് എന്ന പേരിൽ ഇംഗ്ലീഷ് മാഗസിൻ പുറത്തിറക്കി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരിയും വിവർത്തകയും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ അവാർഡ് ജേതാവുമായ R. ലോപമുദ്ര മാഗസിന്റെ പ്രകാശനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് മീന ജോർജ് അധ്യക്ഷയായി. മാഗസിന്റെ എഡിറ്ററും ഇംഗ്ലീഷ് അധ്യാപികയുമായ KM സ്വപ്ന, ചൊവ്വന്നൂർ BRCയിലെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ അനീഷ് ലോറൻസ്, PTA പ്രസിഡന്റ് P. മണികണ്ഠൻ, സ്റ്റാഫ് സെക്രട്ടറി PS സനൽ, വിദ്യാർത്ഥി പ്രതിനിധികളായ ഹനീന ഹംസ, MV വിഷ്ണു എന്നിവർ സംസാരിച്ചു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് +1, +2 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മാഗസിൻ പുറത്തിറക്കിയത്. കേരള കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ തല മെമ്പർഷിപ്പ് വിതരണം പന്നിത്തടത്ത് നടന്നു. മേഖലാ കമ്മിറ്റിയിലെ മരത്തംകോട് പുളിച്ചാറം വീട്ടിൽ ഹൈദ്രോസിനും കുടുംബാംഗങ്ങൾക്കും അംഗത്വം നൽകി. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് MK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി V. ശങ്കരനാരായണൻ സ്വാഗതവും രണേഷ് KR നന്ദിയും പറഞ്ഞു. കർഷക സംഘം മേഖലാ പ്രവർത്തകരായ സുഗിജ സുമേഷ്, റജുല അബ്ദുൾ വഹാബ്, PK അക്ബർ, PM ഇക്ബാൽ, ഗീത രാജൻ, PH അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ സംയുക്ത തിരുനാൾ ജനുവരി 22, 23, 24 തീയതികളിൽ ആഘോഷിക്കും. തിരുനാളിന്റെ കൊടിയേറ്റം എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, ലതേന്യ, നൊവേന എന്നിവ നടന്നു. 22-ന് അമ്പെഴുന്നള്ളിപ്പ്, 23-ന് തിരുനാൾ ദിനം, 24-ന് മരിച്ചവരുടെ ഓർമ്മദിനം, 26 ഞായറാഴ്ച ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അങ്കണത്തിൽ വൈകിട്ട് 7 മണിക്ക് സംഗീത വിരുന്നും ഉണ്ടാകും. മണത്തല ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ജാറത്തിലെ താബൂത്ത് അലങ്കരിക്കുന്നതിനായി തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. ജനുവരി 28-നാണ് നേർച്ചയുടെ പ്രധാന കാഴ്ചകളിലൊന്നായ താബൂത്ത് കാഴ്ചയിൽ കൂട് പുതുക്കി പണിയുന്നതിന് വേണ്ടിയാണ് തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത്. എല്ലാ വർഷവും മകരം 1-ന് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി മുട്ടുംവിളിയോടെയും അറബനമുട്ടിന്റെയും അകമ്പടിയോടുകൂടിയാണ് താബൂത്ത് കൊണ്ടുപോകുന്നത്. സാമൂതിരിയുടെ പടനായകനായ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഭൗതിക ശരീരം മണത്തല പള്ളി ഖബർസ്ഥാനിൽ ആചാര ബഹുമതികളോടെ ഖബറടക്കിയതിന്റെ സ്മരണ ഉണർത്തുന്നതാണ് താബൂത്ത് കാഴ്ച. റിഫായി താബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് KV അലിക്കുട്ടി, വൈസ് പ്രസിഡന്റുമാരായ TP ബാവ, സിദ്ദിഖ്, സെക്രട്ടറി KC നിഷാദ്, ജോയിന്റ് സെക്രട്ടറിമാരായ NK സുധീർ, ലിറാർ, ട്രഷറർ മനാഫ് എന്നിവർ നേതൃത്വം നൽകി. നേർച്ചയുടെ ഭാഗമായി ചൊവ്വാഴ്ച കാലത്ത് കൊടിയേറ്റവും നടത്തി. ജനുവരി 27, 28 തീയതികളിലാണ് മണത്തല നേർച്ച നടത്തുന്നത്. മകരം 15 വരെയുള്ള ദിവസങ്ങളിൽ ചാവക്കാടിന്റെ തെരുവോരങ്ങളിൽ നേർച്ചയുടെ ഓർമ്മകൾ തട്ടി ഉണർത്തുന്ന ഷഹനായി ശബ്ദത്തോടെ ബദരിയ മുട്ടുംവിളി സംഘം KS മുഹമ്മദ് ഹുസൈനും കൂട്ടരും നേർച്ചയുടെ വിളംബരം അറിയിച്ച് മുട്ടുംവിളി നടത്തും. 57 വർഷക്കാലമായി ബദരിയ മുട്ടുംവിളി സംഘമാണ് നേർച്ചയുടെ വിളംബരം അറിയിക്കുന്നത്. ഉസ്താദ് മുഹമ്മദ് ഹുസൈന്റെ 7 വയസ്സുകാരനായ ഫൈഫാസ് ബിലാലും 12 വയസ്സുകാരനായ ഫയാസ് മുഹ്യുദ്ദീനും ഇക്കുറി മുട്ടുംവിളി സംഘത്തിലുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വടക്കേക്കാട് അജ്മീർ നഗറിൽ അജ്മീർ ഉറൂസ് നടത്തി. ഖാജ മുഈനുദ്ദീൻ ചിസ്തിയുടെ ഉറൂസ് മുബാറക്കാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. മൗലിദ്, ഖവാലി, ചരിത്ര പ്രഭാഷണം, പ്രാർത്ഥനാ മജ്ലിസ്, ഭക്ഷണ വിതരണം എന്നിവയുണ്ടായി. സയ്യിദ് ഫസൽ ഹൈദറൂസി മരത്തംകോട്, ഷാഹിദുൽ ഉലമ വെൺമനാട് ഉസ്താദ്, IMK ഫൈസി, ത്വാഹിർ സഖാഫി മഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി.
വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് PV അൻവർ എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചതെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറിയും രാജ്യസഭാംഗവുമായ PP സുനിൽ. വന്നേരിനാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസിൽ പങ്കെടുക്കുകയായിരുന്നു MP. ഭരണപക്ഷത്തെ ആളുകൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും സംസാരിക്കുമ്പോൾ നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ ഓപ്പോസിഷൻ പ്രതിപക്ഷ നേതാവ് എണീറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായും വഴങ്ങും. അതൊരു നടപടിക്രമങ്ങളാണ്. പാർലമെൻറ്റ് രംഗത്ത് സ്വാഭാവികമായ ജനാധിപത്യ മര്യാദയുടെ കീഴ്വഴക്കമാണ്. എന്നാൽ ഒരു തരത്തിലും ഒരു ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് വരെ ഈ പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി ഒരാൾക്കും ഒരവസരവും അദ്ദേഹം നൽകിയിട്ടില്ല. ആ രീതിയിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടികളുമായി ഗവൺമെൻറ് പോകുന്നു. നിയമനിർമ്മാണങ്ങളാണെങ്കിലും 1 മണിക്കൂർ കൊണ്ട് 14 നിയമങ്ങളൊക്കെ പാസ്സാക്കുന്ന കേട്ടുകേൾവില്ലാത്ത രീതിയിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ കൊണ്ടുപോകുന്നത്. അൻവർ MLA സ്ഥാനം രാജിവെക്കേണ്ടതായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ PV അൻവറിന് സാധിച്ചിട്ടില്ല. തനിക്കെതിരെയും വസ്തുതാവിരുദ്ധമായി ആരോപണം അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് CPM നേതൃത്വം അൻവറിനെ തള്ളിപ്പറഞ്ഞിരുന്നു. അതുപോലെയാണ് മുഖ്യമന്ത്രിയെയും വിമർശിച്ചിരിക്കുന്നത്, സുനീർ പറഞ്ഞു. 12ഓളം സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അൻവറിന്റെ പേരിലുണ്ട്. അൻവറിന്റെ വ്യക്തിപ്രഭാവമല്ല നിലമ്പൂർ മണ്ഡലത്തിൽ ജയിക്കാൻ കാരണമെന്നും രാജ്യത്തെ ജനാധിപത്യത്തെ അടിച്ചമർത്താനാണ് നിലവിലെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും PP സുനീർ MP കൂട്ടിച്ചേർത്തു. അതൊരു ജനാധിപത്യ മര്യാദയാണ് അദ്ദേഹം ചെയ്തത്. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായി, ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് ജയിച്ച് ആ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഗവൺമെൻറ്റിനെതിരെ ഉന്നയിച്ച് ഒരു വസ്തുതയില്ലാത്ത വിഷയങ്ങൾ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ LDF നിന്നാലും UDF നിന്നാലും എവിടെ പോയി നിന്നാലും എല്ലാ കാലത്തും എടുക്കുന്നത് വ്യക്തി താല്പര്യങ്ങളും വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളുമാണ്. ഈ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ, ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പ്രസ് ഫോറം പ്രസിഡന്റ് രമേശ് അമ്പാരത്ത്, സെക്രട്ടറി ഫാറൂഖ് വെളിയങ്കോട്, ട്രഷറർ പ്രത്യൂഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരുടെ ഉപഹാരം ചടങ്ങിൽ MPക്ക് സമ്മാനിച്ചു. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ അംഗത്വ വിതരണ ക്യാമ്പയിൻ ആരംഭിച്ചു. പോർക്കുളം പഞ്ചായത്ത് പോസ്റ്റ് ഓഫീസ് യൂണിറ്റിലെ തങ്കമണിക്ക് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് AIKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും MLAയുമായ AC മൊയ്തീൻ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ MN സത്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, CG രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിധിയിൽ നിലവിലും പുതിയതായും പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചാണ് സംരംഭക സഭ സംഘടിപ്പിച്ചത്. സംരംഭക സഭയിൽ നിലവിലുള്ള സംരംഭങ്ങളുടെയും പുതിയതായി തുടങ്ങാൻ പോകുന്ന സംരംഭങ്ങളുടെയും വിവിധ വിഷയങ്ങളെക്കുറിച്ചും ഉദ്യം, K-സ്വിഫ്റ്റ്, ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, ഹെൽപ്പ് ഡെസ്ക്, ലോൺ, ലൈസൻസ്, സബ്സിഡി മേളയും സംരംഭക സഭയിൽ ഒരുക്കിയിരുന്നു. നവസംരംഭകരെ ആദരിക്കുകയും ലോൺ അംഗീകരിച്ചവർക്ക് അനുവാദ പത്രിക വിതരണവും നടന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ സംരംഭക സഭ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ, TP പ്രജീഷ്, PS സന്ദീപ്, VP ലീല, NS ജിഷ്ണു, മാഗി ജോൺസൺ, CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KA ഉണ്ണി, പഞ്ചായത്ത് എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ഓഫീസർ CR ആതിര, ചൊവ്വന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ TR റോജിമോൻ എന്നിവർ സംസാരിച്ചു. മികച്ച നവസംരംഭകരായ കിരൺ കൃഷ്ണൻ, മികച്ച സംരംഭകരായ ഉണ്ണിമായ, സ്മിത പ്രസാദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ മിഷൻ എക്സ്പോ 2025 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി വലിയങ്ങാടി KT സൈമൺ നഗറിലെ കൊള്ളന്നൂർ ഓഡിറ്റോറിയത്തിന് സമീപം നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എക്സ്പോയിൽ പൊതുയോഗം, മിഷൻ സ്റ്റാളുകൾ, മിഷൻ ചലഞ്ച്, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും. കൽപ്പറ്റ CSI ചർച്ചിലെ റവറന്റ് ഫാദർ ട്രവർ അനുഗ്രഹ സന്ദേശം നൽകും. പാസ്റ്റർ ജോയ് തോമസ് കോട്ടയം, ബ്രദർ ജോയ് ജോൺ ബാംഗ്ലൂർ, സിസ്റ്റർ ലില്ലി വർഗീസ് ഡൽഹി തുടങ്ങിയവർ വചന ശുശ്രൂഷയ്ക്കും. തോമസ് മാത്യു കാട്ടാക്കട, ബ്രദർ നോളി തമ്പാൻ, സിസ്റ്റർ റിനി തോമസ് തുടങ്ങിയവർ മിഷണറി ട്രെയിനിംഗ് ക്ലാസുകൾക്കും നേതൃത്വം നൽകും. പകൽ യോഗങ്ങൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയും പൊതുയോഗം വൈകിട്ട് 6:30 ക്രമീകരിച്ചിരിക്കുന്നതെന്ന് PPC മിഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ജനറൽ സെക്രട്ടറി ബ്രദർ ഷാജു K ജോസ്, ട്രഷറർ KV ബാബു മാസ്റ്റർ, ട്രസ്റ്റ് അംഗം ബ്രദർ CB ഷനോജ്, ജോബ് C ഷാജു, IV ഡെയ്സൺ, ജോണി തുടങ്ങിയവർ അറിയിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സംസ്ഥാന ജേതാക്കളെ ആദരിക്കലും നടന്നു.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവിയും ചലച്ചിത്ര പ്രവർത്തകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. കൌൺസിലർ ലബീബ് ഹസൻ, SMC ചെയർമാൻ AM റഷീദ്, PTA വൈസ് പ്രസിഡന്റ് പ്രേംരാജൻ, ചൊവ്വന്നൂർ BRC BPC അനീഷ് ലോറൻസ്, മുൻ പ്രിൻസിപ്പൽ PP ഷൈജ, HSS സീനിയർ അസിസ്റ്റന്റ് V. മീന ജോർജ്, HS സീനിയർ അസിസ്റ്റന്റ് KK മഞ്ജുള, സ്റ്റാഫ് സെക്രട്ടറി PS സനൽ, സ്കൂൾ ലീഡർ JJ സംറിൻ, സ്കൂൾ പ്രിൻസിപ്പൽ VB ശ്യാം, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ പ്രിൻസി A. തറയിൽ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ MA നദീറ, AL ബീന എന്നിവരെ കുന്നംകുളം നഗരസഭാ ഉപാധ്യക്ഷ സൗമ്യ അനിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വ്യത്യസ്തയിടങ്ങളിൽ സ്ഥാപിച്ച കുടിവെള്ള ശുദ്ധീകരണ സംവിധാനം സമർപ്പണം നടത്തി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് സ്കൂളിൽ കുടിവെള്ള ശുദ്ധീകരണ സംവിധാനം ഒരുക്കിയത്. ചൂട്, തണുപ്പ്, സാധാരണ താപനിലയിലുമായി 3 തരത്തിലുള്ള വെള്ളമാണ് ഒരുക്കിയത്. രാജ്യസഭാംഗം PP സുനീർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ നസീബ ഹസീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. PTA പ്രസിഡന്റ് ബഷീർ ഒറ്റകത്ത്, SMC ചെയർമാൻ അജിത് താഴത്തിൽ, MPTA പ്രസിഡന്റ് ഫൗസിയ ഫിറോസ്, ഇബ്രാഹിം മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പുതുതലമുറയെ പൂർവ്വകാലവുമായി കണ്ണിച്ചേർത്ത് ഡോക്ടർ സൈദു മുഹമ്മദ് ഹാജി തൊഴിയൂർ രചിച്ച കാളവണ്ടിക്കാലം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ദുബായിലെ അൽതവാർ പാർക്കിൽ KV ഷംസു ഹാജിയുടെ അധ്യക്ഷതയിൽ RV സലീം പ്രകാശനം നിർവഹിച്ചു. മനാഫ് പുസ്തക പരിചയം നടത്തി. ഫൈസൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ത്വാഹ, ഷാജഹാൻ, RV നസീർ, ഷാഹുൽ ഹമീദ, ഇസ്മയിൽ, അബ്ദുൽ ലത്തീഫ് വർക്കല, മുത്തു തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായി തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പുകയില വിമുക്ത വിദ്യാലയമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. സ്കൂളിലും പുറത്തും പുകയില വിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കുകയും സ്കൂളിന് സമീപമുള്ള 100 മീറ്റർ പ്രദേശം സമ്പൂർണ്ണ പുകയില വിമുക്ത പ്രദേശമാക്കി മാറ്റി. 9 പ്രധാന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് സ്കൂളിനെ പുകയില വിമുക്തമാക്കി മാറ്റുന്നത്. ഇതോടനുബന്ധിച്ച് നടത്തിയ പുകയില നിയന്ത്രണ ബോധവൽക്കരണ റാലി പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വിമല നാരായണൻ അധ്യക്ഷയായി. സ്കൂൾ പ്രധാനാധ്യാപിക രാജി, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ, ഹെൽത്ത് സൂപ്പർവൈസർ U. വിശ്വനാഥൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കയ്യൊപ്പ് ശേഖരണവും നടത്തി. ചിറളയം HCC GUP സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ 3 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന സെന്റിനറി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ചിറളയം ഹോളി ചൈൽഡ് കോൺവെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന വേളയിലേക്ക് പ്രവേശിച്ചു. ഗോസ്ബ 2025 എന്ന പേരിൽ 3 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന സെന്റിനറി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തീർച്ചയായിട്ടും അവര് പലതരത്തിലും മിടുക്കനാണെന്ന് മിടുക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ബോധ്യമായി. അതുകൊണ്ട് സിസ്റ്റർ എല്ലാവരുടെയും പേരില് ഇങ്ങനൊരു സ്കൂളിൽ കൺഗ്രാജുലേറ്റ് ചെയ്യാം. നിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണല്ലോ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ സ്കൂളിൽ ഞാൻ കേട്ടത് 1000-ലധികം കുട്ടികളുണ്ട് അല്ലേ. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യാതിഥിയായി. തൃശൂർ നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ CMC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ഡെയ്സൻ മുണ്ടോപുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി. കുട്ടിക്കൊരു വീട് എന്ന പദ്ധതിയുടെ താക്കോൽദാനം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ നിർവഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ അൻസ ജോസ് CMC സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ മത്സര വിജയികൾക്ക് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. HCC മൊമെന്റോ പ്രകാശനം ചാവക്കാട് CEO PV റഫീഖ്, സുവനീർ പ്രകാശനം കുന്നംകുളം AEO A മൊയ്തീനും നിർവഹിച്ചു. ചടങ്ങിൽ അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന PD ടെസി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ, ചൊവ്വന്നൂർ BPC അനീഷ് ലോറൻസ്, ലോക്കൽ മാനേജർ C. ആൻജോസ് CMC, PTA പ്രസിഡന്റ് ജാസിൻ P. ജോബ്, സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക PD ടെസി ടീച്ചർ, വിദ്യാലയ സൗഹൃദ സമിതി കോർഡിനേറ്റർ VC ഗീവർഗീസ്, SSG പ്രസിഡന്റ് TC ഷാജി, സ്റ്റാഫ് പ്രതിനിധി PI സീന, മുൻ അധ്യാപിക PI റോസി, OSA പ്രസിഡന്റ് ജോളി C. ഐപ്പ്, വിദ്യാർത്ഥി പ്രതിനിധി ഗിരിജല AG എന്നിവർ സംസാരിച്ചു.
ചടങ്ങിന് സെന്റിനറി ചെയർപേഴ്സൺ CK സദാനന്ദൻ മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി CCCC നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിനു ശേഷം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സംസ്ഥാന കലോത്സവത്തിൽ വൃന്ദവാദനത്തിൽ A ഗ്രേഡ് നേടിയ CS പൂജയെ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS അനുമോദിച്ചു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ CV ലൈജുമോൻ സംബന്ധിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസർ സുരേഷ് ബാബുവിന്റെ മകളാണ് പൂജ. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് മത്സരിച്ചത്. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ജീവിതമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ NSS നടപ്പിലാക്കുന്ന ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി മരുത്തംകോട് സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോട്ടറി വിൽപ്പനക്കാരിക്ക് അംബ്രല ഷെൽട്ടർ സമ്മാനിച്ചു. മരുത്തംകോട് മാർക്കറ്റിന് സമീപം ലോട്ടറി കച്ചവടം നടത്തുന്ന വെള്ളറക്കാട് വെള്ളിത്തേരി സ്വദേശിനി 50 വയസ്സുള്ള അംബികയ്ക്കാണ് ലോട്ടറി കച്ചവടം ചെയ്യുന്നതിനായി കുട നൽകിയത്. സ്കൂൾ പ്രിൻസിപ്പൽ V സ്മിത, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NA വിനീത, PTA പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ്, അധ്യാപകരായ MG സജിനി, ഡോക്ടർ TT അജിത്ത് എന്നിവർ സംസാരിച്ചു. സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ അർബൻ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് PJ മാനുവൽ ഉദ്ഘാടനം ചെയ്തു. സർഫാസി എന്ന നിയമം റദ്ദ് ചെയ്യണമെന്നും ദരിദ്രരായ ജനവിഭാഗങ്ങളുടെ കിട്ടാക്കടം എഴുതിത്തള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PA കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺവീനർ VC ജെന്നി, പ്രസാദ് ചേർപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രോഗീ ബന്ധു സംഗമവും ബോധവൽക്കരണ സെമിനാറും റാലിയും വേലൂരിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കല്യാണിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രം സീനിയർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ആശ പാർവതി, ജില്ലാ പാലിയേറ്റീവ് കോർഡിനേറ്റർ KB അനൂപ്, കൗൺസിലർ വിഷ്ണു, അമല മെഡിക്കൽ കോളേജ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഡിനു എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാറൂഖ് PM സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, പാലിയേറ്റീവ് വളണ്ടിയർ, രോഗീ ബന്ധുക്കൾ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളത്ത് കർഷകർക്ക് പരിശീലനവും ഓർക്കിഡ് തൈ അനുബന്ധ കൃഷി സാമഗ്രികളുടെ വിതരണവും നടന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പൂക്കൃഷി വ്യാപനം ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ഡെവലപ്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയ്ക്ക് കീഴിലെ കുന്നംകുളം ആർത്താറ്റ് കൃഷിഭവൻ പരിധിയിലുള്ള തിരഞ്ഞെടുത്ത 25 കർഷകർക്കാണ് പരിശീലനവും 75% സബ്സിഡിയിൽ ഡെൻഡ്രോബിയം ഇനം ഓർക്കിഡ് തൈകളും 50% സബ്സിഡിയിൽ വളങ്ങളും ചട്ടികളും വിതരണം ചെയ്തത്. നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ അധ്യക്ഷയായി. കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷിവകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് ചെണ്ടുമല്ലി ഉൾപ്പെടെ പുഷ്പകൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു വരികയാണ്. ഇവന്റ് മാനേജ്മെന്റിന് ആവശ്യമായ പൂക്കൾ കൂടുതലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. നല്ല കാലാവസ്ഥയും കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലവും ധാരാളമുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിനോദത്തിനായി ചെയ്യുന്ന പൂക്കൃഷി വിപണിയിലേക്ക് മാറ്റുന്നതിനുള്ള ചുവടുവയ്പായി മാറ്റാനുള്ള നീക്കത്തിലാണ് കൃഷിഭവൻ. കുന്നംകുളം കൃഷി ഓഫീസർ S ജയൻ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ, പരിശീലക നഫീസ റഹ്മത്തുള്ള, ആർത്താറ്റ് കൃഷി ഓഫീസർ സ്വേഗ ആന്റണി, കൃഷി ഉദ്യോഗസ്ഥരായ സാദിഖ്, ഷീജ, ജസ്ന, ബിമോൾ എന്നിവർ പങ്കെടുത്തു. പേരകം AUP സ്കൂളിന്റെ പുതിയ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം NK അക്ബർ MLA നിർവഹിച്ചു. MLAയുടെ 2023-24 പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ ടോയ്ലറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് AO PM ജയശ്രീ മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ AV അഭിലാഷ്, VS സനൽ, E ലീല, സ്കൂൾ മാനേജർ VG വിനയവതി, T ബൽക്കീസ്, ചന്ദ്രൻ പുതുപ്പറമ്പിൽ, ഹബിത VP, ഹരിത, പ്രധാനാധ്യാപിക PE സവിത എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5-ന് നിർമാല്യം, തുടർന്ന് മഹാഗണപതി ഹോമം, 7-ന് വിശേഷാൽ പൂജകൾ, ഉഷപൂജ, പാലഭിഷേകം, നെയ്യഭിഷേകം, ഭസ്മാഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് 5-ന് നട തുറക്കൽ, തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ, അത്താഴപൂജ എന്നിവയുമുണ്ടായി. ദീപാരാധനയ്ക്ക് ശേഷം കൊടും പനന്തനും സംഘവും അവതരിപ്പിച്ച തായമ്പക അരങ്ങേറി.
ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2024-25 വർഷത്തെ കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെയും ഫൈൻ ആർട്സിന്റെയും ഉദ്ഘാടനം നടന്നു. സിനിമാ സംവിധായകൻ ജിഷോ ലോൺ ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി അധ്യക്ഷനായി. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ബദനി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ P റോസ്മേരി ജോർജ്, ഷേബ ജോർജ്, ബിജു മാത്യു, ജിബിൻ ബിനോയ്, അർണോൾഡ് സ്റ്റാലിൻ എന്നിവർ സംസാരിച്ചു. പുതിയ കാലഘട്ടത്തിലെ സിനിമയെക്കുറിച്ചും സിനിമയിലെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ചും സംവിധായകനുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. വരവൂർ പഞ്ചായത്തിൽ വയോജനങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വയോജന പാർക്ക് തുറന്നു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TA ഹിദായത്തുള്ള, PK യശോദ, വിമല പ്രഹ്ലാദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മക്കളെ, ഈ പുതിയ ജീവിത ശൈലി എല്ലാം മാറ്റം വന്നപ്പോൾ രക്ഷിതാക്കൾ ഒരു ഭാരമായി മാറിയപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഈ അടുത്ത ദിവസം രാജ്യത്ത് പുറത്തു വന്ന ഒരു കണക്കാണത്. വലിയ ദയനീയ അവസ്ഥയാണ്. ആ സ്ഥാനത്ത് കേരളം വളരെ കുറവിലാണ് നിൽക്കുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത. കേരളത്തിലെ വ്യത്യസ്തമായ പദ്ധതികളെല്ലാം ഒരുക്കി കേരളത്തിലെ ഇതുപോലെ വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സങ്കടം ദുഃഖവും എല്ലാം മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടൽ കേരളത്തിലകത്ത് നടക്കുന്നു. കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം രൂപ ധനസഹായം കൈമാറി. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലായിരുന്നു ധനസഹായ വിതരണം. കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി പാലിയേറ്റീവ് പരിചരണം നൽകുന്ന വളണ്ടിയർമാരായ മോളി ബാബു, PK മണി, PM ഉഷ, PM അയ്യപ്പൻ, CE ഉണ്ണി, CV NC എന്നിവരെ ആദരിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് KM ഗഫൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KV ദേവദാസ്, ഷമീർ ഇഞ്ചിക്കാലയിൽ, PA അബൂബക്കർ, ജിനാഷ് തെക്കേക്കര, സക്കറിയ ചീരൻ, ഡെജോ ചീരൻ, E ഉഷ എന്നിവർ സംസാരിച്ചു. EMK ജിഷാർ, ഗിൽബർട്ട് S പാറമേൽ, KV സാംസൺ, CU സത്യൻ, വർഗീസ് ചെറി എന്നിവർ സന്നിഹിതരായിരുന്നു. വേലൂർ പഞ്ചായത്ത് പട്ടികജാതി സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രോഗ്രസ് എഡ്യൂക്കേഷണൽ സെന്റർ MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പട്ടികജാതി സഹകരണ സംഘം പ്രസിഡന്റ് KK രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, പഞ്ചായത്ത് അംഗം ശുഭ അനിൽകുമാർ, വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് വേണു മാസ്റ്റർ, വടക്കാഞ്ചേരി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് പ്രമോദ് കുമാർ, പൊതുപ്രവർത്തകരായ അബിൽ ബേബി, ഫ്രെഡി ജോൺ, PK സുരേഷ് കുമാർ, പഞ്ചായത്ത് പട്ടികജാതി സർവീസ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, സഹകരണ സംഘം സെക്രട്ടറി ഷിബിഷ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 1 മുതൽ PSC പരിശീലനം ഉൾപ്പെടെയുള്ള ക്ലാസുകൾ ആരംഭിക്കും. പാർക്കാടി പൂരത്തിനോടനുബന്ധിച്ച് ഇടവഴിയിൽ പൂരാഘോഷ കമ്മിറ്റിയുടെ ബ്രോഷർ പ്രകാശനം നടത്തി. കുട്ടൻ തമ്പുരാൻ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി ഷിനിൽ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. 19 നടക്കുന്ന പൂരത്തിന് നൂലടമ്മൽ ഗണപതി ആനയും കോട്ടപ്പടി ഉണ്ണിക്കുട്ടൻ നയിക്കുന്ന നാദസ്വരവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. യുവ എഴുത്തുകാരൻ സുധീർ പെരുമ്പിലാവിന്റെ ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രകാശനം വ്യാഴാഴ്ച നടക്കും. പെരുമ്പിലാവ് ആൽത്തറ പാക്കിനിക്കളത്തിൽ ഓട്ടോ ഡ്രൈവറായ സുധീറിന്റെ 4ാമത്തെ പുസ്തകമാണ് പ്രസിദ്ധീകരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരായ സ്മിത ഗിരീഷും ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവും ചേർന്ന് പുസ്തക പ്രകാശനം നിർവഹിക്കും. മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ. ബിജു PR, വേദാന്ത് AS എന്നിവരാണ് കവർ പേജും ചിത്രീകരണവും നടത്തിയത്. വ്യത്യസ്തമായ യാത്രികരും ജീവിതാനുഭവങ്ങളുമാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെയും അമൃത യൂണിവേഴ്സിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിംഗ് എന്ന വിഷയത്തിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. പുതിയ വിദ്യാഭ്യാസ രീതികളും വരും കാലഘട്ടത്തിലെ തൊഴിലവസരങ്ങളും എങ്ങനെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നത് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി.
മകരച്ചൊവ്വ ദിനത്തിൽ ദേവീപ്രീതിക്കായി പ്രദേശത്തെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പൊങ്കാല സമർപ്പണം നടന്നു. പ്രത്യേക പൂജകളോടെയാണ് മകരച്ചൊവ്വ ആഘോഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ഇടവന ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ കലംകരിക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് വിശേഷാൽ പൂജകളുണ്ടായി. 1:30 പൂരം കടവന്നൂർ ദുർഗാക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് 4 മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തി. തുടർന്ന് പഞ്ചവാദ്യവുമുണ്ടായി. പാണ്ടിമേളം, പറവയ്ക്കൽ. രാത്രി 8 മണിയോടെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിരയും ഉണ്ടായി. പുലർച്ചെ 3 മണിയോടെ ഭൈരവ സന്നിധിയിൽ നിന്ന് താലം എഴുന്നള്ളിപ്പും നടന്നു. പാലയൂർ ചിഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം വർണ്ണാഭമായി. രാവിലെ ഗണപതി ഹോമം, പൊങ്കാല സമർപ്പണം, തുടർന്നുച്ചയ്ക്ക് തിടമ്പെഴുന്നള്ളിപ്പും, ഉച്ചയ്ക്ക് നന്ദനം, പവിത്ര, താണ്ഡവം എന്നീ പുരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയിൽ പൂത്താലങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും ദീപാരാധനയും നടന്നു. രാത്രിയിൽ തായമ്പക, താലം വരവ്, പുലർച്ചെ പൊങ്ങിലിടി, ഗുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ കലംകരിക്കൽ ചടങ്ങ് നടന്നു. വൈകിട്ട് 2 ദേശങ്ങളിൽ നിന്ന് കതിർവേല ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ശേഷം ദേവിക പുതിയ മാത്തൂരിന്റെ തായമ്പക അരങ്ങേറി. ക്ഷേത്രപൂരത്തിന്റെ ഭാഗമായി പറകൂറയിടൽ ചടങ്ങ് നടന്നു. ക്ഷേത്ര ഭരണസമിതിയും ഭക്തജനങ്ങളും നേതൃത്വം നൽകി. ആൽത്തറ കൊടിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ വർണ്ണാഭമായി. ആഘോഷ ദിവസം രാവിലെ പൊങ്കാല സമർപ്പണവും വൈകിട്ട് ശബരിമല മകരവിളക്ക് സമയത്ത് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ഭദ്രദീപം തെളിയിക്കലും നടത്തി. ക്ഷേത്ര മേൽശാന്തി രഞ്ജിത്ത് കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് ശിവരാമന്റെയും കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഉത്സവത്തിന്റെ കൊടിയേറ്റ് നടത്തി. ജനറൽ സെക്രട്ടറി ചന്ദ്രൻ വി എ, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പി, ജോയിന്റ് സെക്രട്ടറി രാജൻ കെ എ, മണി എ ജി, വേണു എം എ, പ്രതീഷ് പി ആർ, അശോകൻ വി എ, വിജയൻ എൻ കെ, ഉണ്ണികൃഷ്ണൻ എം കെ എന്നിവർ സന്നിഹിതരായി. ക്ഷേത്രത്തിലെ പൂരമഹോത്സവം 25/1/2025 ശനിയാഴ്ച വിപുലമായി ആഘോഷിക്കാനും തീരുമാനിച്ചു. അഞ്ഞൂർ ശ്രീ ആലിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആഘോഷമായി. ക്ഷേത്രം തന്ത്രി മടത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി നേതൃത്വം നൽകി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, അമ്മമാരുടെ പൊങ്കാല സമർപ്പണം, ഉച്ചപൂജ, വൈകിട്ട് ചുറ്റുവിളക്ക്, അത്താഴപൂജ, ഗുരുതി സമർപ്പണം എന്നിവയും നടന്നു. ഉച്ചതിരിഞ്ഞ് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിറയാട്ടം, കണ്ണൂർ തെയ്യം മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. മണികണ്ഠേശ്വരം പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആഘോഷമായി. വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, പറവെപ്പ് എന്നിവ നടത്തി. മേൽശാന്തി ഗോപാലകൃഷ്ണൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കരിങ്കാളി, മൂക്കൻചാത്തൻ, തെയ്യം, വേലയെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച താലമെഴുന്നള്ളിപ്പ് 5 മണിക്ക് ക്ഷേത്രത്തിൽ സമാപിച്ചതോടെ ഈ വർഷത്തെ മഹോത്സവം സമാപിച്ചു. രാത്രി ഗാനമേളയും ലഹരി വിമുക്ത ലഘുനാടകവും അരങ്ങേറി. ട്രസ്റ്റികളായ രാധാകൃഷ്ണൻ, പി മണിക്കുട്ടൻ, രാജൻ, ജയൻ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ പൂർണ്ണപുഷ്കല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന നെയ്യഭിഷേകം ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് ഭക്തജനങ്ങൾ അഭിഷേകത്തിൽ പങ്കാളികളായി. മേൽശാന്തി അരവൂർ കൊട്ടാരം വാസുദേവൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ഗംഗാധരൻ മാരാത്ത്, സെക്രട്ടറി എ സുധീഷ് ബാബു, ജി രഘുനാഥ്, ഇ വി ബാലകൃഷ്ണൻ, കെ എൻ ജിബി എന്നിവർ നേതൃത്വം വഹിച്ചു. വേലൂർ മേഞ്ചേരിക്കാവ് ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും കളമെഴുത്തുപാട്ടും എഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, ക്ഷേത്രനടയിൽ പറവെപ്പും ഉണ്ടായി. വെള്ളിത്തിരുത്തി ദിനേശും സംഘവും അവതരിപ്പിച്ച തായമ്പകയും ഉണ്ടായിരുന്നു. ശേഷം വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾ ക്ഷേത്രമൈതാനിയിലെത്തി. വാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി മമ്പറമ്പിൽ തറവാട്ട് ക്ഷേത്രത്തിൽ നിന്ന് താലം ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി വിക്രമൻ ഇളയേത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് സുബിൻ ദാസ്, സെക്രട്ടറി വി കെ ശ്രീനിവാസൻ, ട്രഷറർ പി കെ മണി, രക്ഷാധികാരി കെ ആർ പുഷ്പാകരൻ, ക്ഷേത്ര മേൽശാന്തി വിക്രമൻ ഇളയത്, ക്ഷേത്രം കോമരം ശശി മമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് ഉച്ചതിരിഞ്ഞ് മേളത്തോടുകൂടിയുള്ള പൊങ്ങിലിടി, വടക്കുംവാതിൽക്കൽ ദണ്ടുവെട്ടൽ, കുരുതി തർപ്പണത്തിന് ശേഷം മകരച്ചൊവ്വ ആഘോഷങ്ങൾക്ക് സമാപനമാകും. കാണിപ്പയ്യൂർ ശ്രീ സുവർണക്കാർ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. പറവെപ്പ്, വൈകിട്ട് നാഗപ്പാട്ട്, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം പ്രസാദഊട്ടും നടന്നു. അജി കാണിപ്പയ്യൂർ ഭുവനേശ്വരി ദേവിക്ക് ഗോളക സമർപ്പണം നടത്തി. ചാലിശ്ശേരി മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുലയംപറമ്പത്തമ്മ പുരസ്കാര സമർപ്പണം നടത്തി. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങിൽ
ക്ഷേത്രം കഴകം രാമൻ നമ്പീശൻ, കൃഷ്ണൻ നമ്പീശൻ എന്നിവർക്കാണ് പുരസ്കാരം നൽകിയത്. തുടർന്ന് കോഴിക്കോട് സൃഷ്ടി കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച നമ്മൾ എന്ന നാടകവും അരങ്ങേറി. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് മുരളി കുന്നത്തേരി, സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, ട്രഷറർ സുഷി ആലിക്കര, വൈസ് പ്രസിഡന്റ് ജയൻ, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മകരച്ചൊവ്വയുടെ ഭാഗമായി വൈകിട്ട് നാടൻ വേലകളായ തിറ, പൂതൻ എന്നിവ ക്ഷേത്രത്തിലെത്തി. ഫെബ്രുവരി 28-നാണ് പ്രസിദ്ധമായ മുലയംപറമ്പത്ത് പൂരാഘോഷം നടക്കുക. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SSLC പൂർവ്വ വിദ്യാർത്ഥികൾ 40 വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. 1983-84 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സുഹൃതം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സ്കൂൾ കാലത്തെ കളികൾ, മറ്റു മത്സരങ്ങൾ, ആദ്യകാലത്തെ മിഠായികൾ എന്നിവയെല്ലാം സ്കൂൾ കാലഘട്ടത്തെ അനുസ്മരിപ്പിച്ചു. സുഹൃതം സംഗമം സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ ഗീത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രക്ഷാധികാരി ഷിജോയ് തോലത്ത് അധ്യക്ഷനായി. എറണാകുളം DEO TS ദേവിക മുഖ്യാതിഥിയായി. ആദ്യകാല അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രമുഖ വ്യാപാരികളായ ഷിജോയ് തോലത്ത്, ഷിനോയ് തോലത്ത്, കേരള സാഹിത്യ അക്കാദമി ചീഫ് ലൈബ്രറിയൻ KP ശാന്ത, തൃത്തല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, കൂട്ടായ്മ ആരംഭിച്ച സജി ചെറുവത്തൂർ, കോർഡിനേറ്റർ PI ഇട്ടൂപ്പ്, ബെസ്റ്റ് കപ്പിൾസ് ജോയ് ബിന്ദു എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് മെമ്പർ നിഷ അജിത് കുമാർ, PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും ഉണ്ടായി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TK ബാലൻ, വൈസ് പ്രസിഡന്റ് KA രാധിക, സെക്രട്ടറി MV ബേബി, ജോയിന്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ, ട്രഷറർ KK പ്രഭാകരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് അക്കിക്കാവ് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട നിർധന രോഗികളും കിടപ്പ് രോഗികളുമായവരുടെ ഹോം കെയർ ചിലവിലേക്കായി കൈരളി ബിൽഡേഴ്സ് ജീവനക്കാരുടെ കൈത്താങ്ങ്. സമാഹരിച്ച തുക കൈരളി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ എഞ്ചിനീയർ അബ്ദുൾ ലത്തീഫിൽ നിന്നും സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് പ്രസിഡന്റ് ഉസ്മാൻ കല്ലാട്ടയിൽ ഏറ്റുവാങ്ങി. സെക്രട്ടറി രാജേഷ് P രാഘവൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MA കമറുദ്ദീൻ, പാലിയേറ്റീവ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സ്മിത മുരളി, അബു പുത്തൻകുളം, ഷാജി KH എന്നിവർ സംസാരിച്ചു. പുന്നേർകുളം കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവും അൻസാർ കോളേജും സംയുക്തമായി പാലിയേറ്റീവ് ദിനം ആചരിച്ചു. പ്രസിഡന്റ് ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദീപാകരൻ പനന്തറ ആമുഖ പ്രഭാഷണം നടത്തി. സിസ്റ്റർ അജി, ഷീല എന്നിവർ സന്ദേശം നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഷീന, KV മുഹമ്മദ് ഹാജി, ജലീൽ ചന്ദനത്ത്, അബൂബക്കർ അണ്ടത്തോട്, മമ്മു കടിക്കാട്, PK ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ജീവകാരുണ്യ പ്രവർത്തകനായി തെരഞ്ഞെടുക്കപ്പെട്ട ഹാരിസിന് ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന ഘോഷയാത്രയ്ക്ക് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. വിപണി. ഇടപാടുകാരുടെ സൗകര്യാർത്ഥം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെരുമ്പിലാവ് ബ്രാഞ്ച് ഓഫീസ് HS ടവറിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു.
പെരിയമ്പലം വിവേകാനന്ദ ബാലഗോകുലം മകരസംക്രമ ദീപം തെളിയിച്ചു. പെരിയമ്പലം ശാഖ കാര്യവാഹ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുൻ ഭാരവാഹികളായ ആനന്ദൻ, വിജയൻ എന്നിവർ പങ്കെടുത്തു. ബാലഗോകുലം ഭാരവാഹികളായ ബബീഷ്, രമ്യ രാജേഷ്, അശ്വതി ബബീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി. കുന്നംകുളം കമ്പിപ്പാലത്ത് പവർ വേൾഡ് ഡിസ്ട്രിബ്യൂട്ട്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ മികവുറ്റ ബ്രാൻഡായ സയോഗ് ബാറ്ററികളുടെ തൃശൂർ ജില്ലയിലെ അംഗീകൃത വിതരണവുമായാണ് പവർ വേൾഡ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അക്കിക്കാവ് കമ്പിപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സയോഗ് ബാറ്ററീസ് ചെയർമാൻ KT കുഞ്ഞിക്കോയ നിർവഹിച്ചു. പവർ വേൾഡ് മാനേജിംഗ് പാർട്ണർ TG പ്രേം നവാസ്, പാർട്ണർമാരായ മുരളി വെള്ളിത്തിരുത്തി, CN സതീശൻ, സെയിൽസ് മാനേജർ CK ആഞ്ചു, സയോഗ് മാർക്കറ്റിംഗ് മാനേജർ K രാജേഷ് ഉൾപ്പെടെ ബിസിനസ് രംഗത്തുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ എന്നിവയെല്ലാം ലഭ്യമാണ്. SF, എക്സൈറ്റ്, ആംറോൺ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് ബാറ്ററികളും ഇവിടെ നിന്ന് ലഭ്യമാകും. 78,000 രൂപ നിരക്കിൽ സബ്സിഡിയോടെ കേരളത്തിൽ എവിടെയും സോളാർ സ്ഥാപിച്ചു നൽകും. പവർ വേൾഡ് ഡിസ്ട്രിബ്യൂട്ട്സ്, കമ്പിപ്പാലം, അക്കിക്കാവ്. കൂടുതൽ വിവരങ്ങൾക്ക് 9747227326 9947297532. കെനുജി റിയോ ഇന്ത്യ കരാട്ടെ അക്കാദമി കുന്നംകുളം ബദനി സെന്റ് ജോൺ സെക്കൻഡറി സ്കൂളിൽ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തി. സമ്മേളനവും പുരസ്കാര സമർപ്പണവും നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. C ഗിരീഷ് കുമാർ അധ്യക്ഷനായി. PV സുനിൽ മത്സരത്തിന് നേതൃത്വം നൽകി. കടവല്ലൂർ അൽ ഹയാത്ത് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ സജിത വിശ്വംഭരൻ, എഴുത്തുകാരൻ മുഹമ്മദ് കുട്ടി ശാന്തിപ്പറമ്പിൽ, കരാട്ടെ പരിശീലകരായ നിഷാദ് മലപ്പുറം, വികാസ് കൊല്ലം, PM മുഹമ്മദ് ബാനിഷ് എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ കടവല്ലൂർ അൽ ഹയാത്ത് ഇംഗ്ലീഷ് സ്കൂൾ ഓവറോൾ കിരീടം കരസ്ഥമാക്കി. മലപ്പുറം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം, ചാലിശ്ശേരി GM LP സ്കൂൾ എന്നിവ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഇനി നവമാധ്യമ കാഴ്ച. വാനരന്മാർ ശല്യക്കാരാണെന്നാണ് വെപ്പ്. എന്നാൽ ഉപകാരവും ഇവരെക്കൊണ്ട് ചില കലാപരിപാടികൾ നടത്തി ഉപജീവനം തേടുന്നവരും കുറവല്ല. അഞ്ഞൂരിൽ നിന്ന് സന്തോഷ് നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,300 രൂപ, പവന് 58,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം. പാവർട്ടി ഓറിയോൺ സെയിൽസ് കോർപ്പറേഷൻ സ്ഥാപകനും COA സ്ഥാപക നേതാവുമായ പരേതനായ പാവർട്ടി പുളിഞ്ചേരിപ്പടി പുത്തൂർ ഔസേപ്പ് ഭാര്യ ജോസഫീന നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കും. നിജി, സജി, അജി എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി NKC നഗർ പരേതനായ ശങ്കരൻ ഭാര്യ അമ്മിണി നിര്യാതയായി. 80 വയസ്സായിരുന്നു. കാർത്തിയായിനി, സരസ്വതി, വേലായുധൻ, ശിവശങ്കരൻ, ബാലൻ എന്നിവർ മക്കളാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ചിറളയം മത്രംകോട്ട് മനോഹരൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. കുന്നംകുളം നെപ്പൻസ് ലൈനിൽ പനക്കൽ ഇട്ടിയര മകൾ മേരി എബ്രഹാം നിര്യാതയായി. റിട്ടയേർഡ് MJD സ്കൂൾ അധ്യാപികയാണ്. പരേത 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. സൂസന്ന മാതാവാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാവക്കാട് ഒരുമനയൂരിൽ CPI ലോക്കൽ സെക്രട്ടറിയുടെ
വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകൾ അക്രമി എറിഞ്ഞു തകർത്തു. തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരിമരുന്ന് വേട്ട. എക്സൈസ് ഇൻസ്പെക്ടർ GM മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ മാരകമയക്കുമരുന്നായ 4.5 കിലോ മെത്താഫെറ്റാമിൻ പിടികൂടി. 3 പേർ അറസ്റ്റിൽ. പെരിങ്ങോട് കറുകപ്പുത്തൂർ പാതയിൽ ബൈക്ക് യാത്രികരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. നിലത്ത് വീണ യുവാക്കളെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു. സംഭവത്തിൽ അന്വേഷണം ഊർജിതം. ജില്ലയിൽ കോൺഗ്രസ് സംവിധാനം നാഥനില്ലാത്ത കളരിയെന്ന് കെ മുരളീധരൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രാദേശിക നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്നും മുരളീധരൻ. CCTV ന്യൂസ് ഇംപാക്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലെ ശുചിമുറി മാലിന്യം വൃത്തിയാക്കി. ശുചിമുറിക്ക് സമീപം വലിയ കുഴിയെടുത്ത് മാലിന്യം ഒഴുക്കിവിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.